നിഖിൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ കോഴിക്കോട് ഫ്രഷ് കട്ട് സമരത്തെ തുടർന്നുണ്ടായ അക്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയടക്കമുള്ള കേസുകളിൽ പ്രതിയായ സമരസമിതി ചെയർമാൻ ബാബു കുടിക്കിൽ എവിടെ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതടക്കം നമുക്കിത് വടക്കൻ കേരളത്തിൽ നിന്ന് എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കാം? കൃഷ്ണ, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കോഴിക്കോട് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഈ ബാബു കുടുക്കിൽ പിടിയിലാകുമോ എന്നുള്ളതാണ്. ഫ്രഷ് കട്ട് സമരം നമുക്കറിയാം, ഡിവൈഎസ്പിക്ക് അടക്കം പരിക്കേറ്റ, നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റ, നിരവധി ആളുകൾ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. അതിന് ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെയുള്ള സമരം ഇപ്പോഴും പുരോഗമിക്കുകയാണ് താമരശ്ശേരിയിൽ. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സമരസമിതി ചെയർമാനെ പിടികൂടുക എന്നുള്ളത് അവരുടെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർ ഇനിയും പിടിയിലാകാനുണ്ട്. ഭൂരിഭാഗം പ്രതികളും ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം സമരസമിതി ചെയർമാനെ പിടികൂടിയാൽ മറ്റു കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് അവർ കരുതിയിരുന്നു. വിദേശത്തേക്ക് കടന്നിരുന്ന ഈ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ നേപ്പാൾ വഴി കേരളത്തിലെത്തിയെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി നോട്ടറിയെ കണ്ട് അറ്റസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം കേരളത്തിലെത്തിയതായുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇദ്ദേഹത്തിന് സഹായങ്ങൾ ചെയ്തു നൽകിയ ഒരു മുസ്ലിം ലീഗ് നേതാവ് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇയാളിൽ നിന്നാണ് ഈ ബാബു കേരളത്തിലെത്തിയെന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില സൂചനകൾ തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ ഇദ്ദേഹം പിടിയിലായേക്കും എന്നുള്ള സൂചനകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നമായാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ബാബു കുടുക്കിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിപ്പോരുന്നു. ഇന്നോ നാളെയോ അദ്ദേഹം പിടിയിലായേക്കും എന്നുള്ള സൂചനയും ലഭ്യമാകുന്നുണ്ട്. കൃഷ്ണ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.